നമ്മൾ പടക്കക്കട എത്തിയിരിക്കുകയാണ്. പടക്കട പടക്കം മേടിക്കാൻ പടക്കം പൊക്കോളും. സാധനങ്ങൾ മേടിച്ച് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. പടക്കം ലൊക്കേഷൻ കവർ ചെയ്തിരിക്കണം. നമ്മളങ്ങനെ സാധനം മേടിച്ചുകൊണ്ട് അനിക്കുട്ടൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. അനിക്കുട്ടൻ എവിടെയെന്നറിയില്ല. ഹായ് ഗായ്സ്. നമ്മൾ അനിക്കുട്ടന് ഇഷ്ടമുള്ള സാധനം മേടിച്ചിട്ടുണ്ട്. എന്നാന്ന് പറയാൻ പറ്റുമോ? എന്നാ ഇഷ്ടം പോലെ അതിന് കുഴപ്പമില്ല. വെള്ളത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാ പറയാം. ഓ ഇത് ഏതാ ചുള്ളം ചെറുക്കം നിക്കണം എൻ്റെ പൊന്നെ. ഇത് സ്റ്റൈലൻ ഷർട്ട്, കൊട, വയറ്, ജീൻസ്, നിക്കറ്. ആരാ കൊച്ചിൻ ബസിന്റെ അല്ല റെജിമൻ ബസിന്റെ ഓണറോ? എന്നാ സെറ്റപ്പോ 2.5 പവന്റെ മാല. എത്ര പവന്റെ മാല? 3.5 തൂക്കം നോക്കിട്ടൊരു എല്ലാ യൂട്യൂബിലേക്ക് 7 പവനുണ്ടല്ലോ. ആന്റിയുടെ പിടിച്ച് ആന്റിയുടെ ഒക്കെ അച്ഛനെ പിടിച്ചു. അങ്ങനെയാ ആന്റിയുടെ പിടിച്ചു, ആന്റിയുടെ കെട്ടിയതിന്റെ പിടിച്ചു, എല്ലാരും പിടിച്ചിട്ടുണ്ട്. കപ്പ പോലത്തെ കപ്പ റെഡി. കപ്പ കുടിച്ചോണ്ടിരിക്കുക. വെള്ളത്തിലിടാനായിട്ട് ഒരു ലേശം കയ്പുണ്ട്. അപ്പൊ അത് നല്ലോണം വേവണ കപ്പയാ. അപ്പൊ ഞങ്ങളത് വേവിച്ചേച്ച് വെള്ളത്തില് പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ ഉണ്ടാക്കാൻ പോവാ. ഓക്കെ, ഇതുപോലെ പറയണം. വെള്ളം ഊറ്റിക്കളഞ്ഞ അങ്ങനെയൊന്നും പറയില്ല. അമ്മ നീ എന്തിനാണ് വഴക്ക് പറഞ്ഞേ? മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതെ, മറ്റുള്ളവർക്ക് മനസ്സിലാവണ്ടേ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഞാൻ എൻ്റെ വീട്ടിൽ പണിയാൻ വന്നവർക്കല്ല, എൻ്റെ വീട്ടിലെ കല്യാണത്തിന്റെ വിരുന്ന് സൽക്കാരത്തിന് വന്ന എല്ലാവർക്കും ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി, പൊറോട്ട വേണ്ടവർക്ക് പൊറോട്ട, ചിക്കൻ കറി, മുട്ട പുഴുങ്ങിയത്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ ജോളി മമ്മിയുടെ അടുത്തേക്ക് വരും, ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം നമുക്ക്. ഇത് എന്റെ ചേച്ചിയാട്ടോടാ. ഹായ് ചേച്ചി. ഹായ്. മോനെ തന്നോ? എന്നറിയില്ല. അതെ, എന്റെ പേര് ബേസിൽ. അനിക്കുട്ടൻ ഇവിടെ ഉണ്ടോ? ഗൈസ്, നമുക്ക് ചെറുക്കൻ്റെ അപ്പനോട് ഒരു കാര്യം ചോദിക്കാം. ചെറുക്കൻ്റെ അപ്പ, ഈ വെള്ളം ഒഴിച്ച ചായയാണോ അതോ ചായ ഒഴിക്കാത്ത വെള്ളമാണോ? ചെറിയ സ്മോളാണോ? വലുതാണ്. ഇത് അപ്പൊ വെള്ളം ഒഴിച്ചാണ് കുടിക്കണത്? വെള്ളം ചേർത്തേക്കണാണ്. അപ്പൊ കുഴപ്പമില്ല അല്ലേ? ചേർക്കാതെ കഴിക്കുള്ളൂ. ചേർക്കാതെ വെച്ച് കഴിഞ്ഞാൽ വിഷയട്ടോ. 2 വെക്കില് തലോസ ആകുമ്പോ കുഴപ്പം. അതേ കണ്ടോ ഗൈസ്, ഇത് ഊതി കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് നാളെ വെള്ളം കഴിക്കും. അങ്ങനെയാണ്. അപ്പൊ കുഴപ്പമില്ല. ഇതെന്താ? നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ട് വേവിച്ച് എടുത്തു വെക്കേണ്ടതാണ്. നമ്മൾ ഓർഡർ ചെയ്ത് ഐറ്റം കൊണ്ടുവരുന്നുണ്ട്. എങ്ങാനും തഴഞ്ഞില്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആന്റിമാര് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അനിക്കുട്ടൻ്റെ സ്റ്റേജ്. അനിക്കുട്ടന് വേണ്ടി കൊടുക്കുന്ന സ്റ്റേജ്. വിൽസാണ്ടർ അവിടെ പണിയെടുക്കുകയാണ്. അന്യായ പണി വിൽസാണ്ടർ. സിമ്പിൾ സ്റ്റേജാണ് ഗൈസ് ഞങ്ങളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. മധുരം കൊടുക്കാലോ. ഇതാണ് ഈ വഴിയല്ലേ നമ്മുടെ ബീവറേജിലേക്കുള്ള വഴി. ഗൈസ്, നമുക്കൊന്ന് ചുമ്മാ പുറത്തുപോയി ഗൈസ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. രാവിലെ എന്നിട്ട് പല്ലി വെച്ചിട്ട് ഭക്ഷണം കഴിച്ച് പോകുന്നുള്ളൂ. കുളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. മതിച്ച മഴയല്ലായിരുന്നു. നിങ്ങൾ വീട്ടിൽ പോയില്ലേ? കാറ്റ് മഴ ഇയാൾ ഇവിടുന്ന് മുങ്ങിയില്ലേ? ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. ശരി, അതായിരുന്നു കാണേണ്ട ഭീകരത അന്തരീക്ഷം. ഭയങ്കര സെറ്റ് പറഞ്ഞോ? അതെ ചേട്ടാ, ചെറുക്കം വന്നില്ലല്ലേ?
ഗൈസ് നമ്മളങ്ങനെ ഉച്ച കഴിഞ്ഞ് ഫ്രഷായിട്ട് ജോളി മമ്മിയുടെ അടുത്തേക്ക് വന്നേക്കാണ്. ജോളി മമ്മി ആണെങ്കിൽ ഈ ചേച്ചിക്ക് നൈറ്റ് മാത്രം അങ്ങനെയൊന്നും ഓർക്കൂല. ഞങ്ങൾ ഏഷ്യാഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതിനെ ഏഷ്യാഡ് തീരാറായി മക്കളെ. ഇനിയിപ്പോൾ ഇച്ചിരി ഉള്ള ഏഷ്യാഡും കൊണ്ട് ഞങ്ങളെല്ലാം സന്തോഷമായിട്ട് കഴിക്കും. തീരാറായി. ബാക്കിയുള്ളതൊക്കെ ജോളി മമ്മി. ഗൈസ് പന്നിക്കുട്ടി വന്നു. പന്നിക്കുട്ടി ഹായ് തരുമോ? പന്നിക്കുട്ടി മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. ആ അതെ ഗൈസ്, മൈൻഡ് ചെയ്യേണ്ട പന്നിക്കുട്ടി ചായയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സ്നേഹം മാത്രം. കോതങ്ങളക്കാർക്ക് ഏഷ്യാഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. പ്രത്യേകിച്ച് കല്യാണത്തിൻ്റെ തലേന്ന് അല്ലേ പന്നിക്കുട്ടി? അതെ, പിന്നല്ല. പറഞ്ഞു കൊടുക്ക് ഏഷ്യാഡിന്റെ പ്രത്യേകതയെ പറ്റി പറ. നല്ല ഏഷ്യാഡിൻ്റെ നല്ല മിച്ചറും ഇറച്ചിയും എല്ലും ഒക്കെ ഞങ്ങളെ കൂട്ടി മിച്ചറ് മേടിച്ച് ഞങ്ങൾ നല്ല മുളകും മല്ലിയും ഒക്കെ ഞങ്ങളുടെ വറുത്ത് വേവിച്ച് അത് കഴിഞ്ഞ് കപ്പ വാട്ടി ഉണക്കി വേറൊരു പാത്രത്തിൽ ഞങ്ങൾ വാട്ടിയെടുക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടും മിക്സ് ചെയ്ത് കടുകൊക്കെ പൊട്ടിച്ച് നല്ല സൂപ്പറായിട്ടുള്ള കപ്പ ഇറച്ചി. അത് തന്നെ. അപ്പം ഞങ്ങൾക്ക് കപ്പ 10 കിലോ ഇല്ല 50 കിലോ ഉണ്ടെങ്കിലും ഞാൻ തലേദിവസം തികയില്ല കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ കപ്പ ഇറച്ചി. അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെറുക്കൻ്റെ അമ്മയാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ഞങ്ങൾ ചായ കിട്ടിയത് അമ്പത്തൂർ പുറത്തേക്ക് പോയിട്ടുണ്ട്. അമ്പത്തൂരിൻ്റെ അമ്മയാണ് ഇവിടുത്തെ മെയിൻ. ഓൾ ഇൻ ഓൾ പന്നിക്കുട്ടിനെയൊക്കെ സൈഡ് ആയിക്കൊണ്ട് കഴിച്ചിട്ട് വരാം ഗൈസ്. എന്നാ പറഞ്ഞോ? പന്നിക്കുട്ടൻ ഇടയിൽ പറ്റിച്ചു ഗൈസ്. ഇതിൽ എല്ല് മാത്രമേ ഉള്ളൂ. കപ്പയൊന്നുമില്ല. കപ്പയില്ല, എല്ല് മാത്രമേ ഉള്ളൂ. എല്ലാണെങ്കിൽ അണ്ണാക്കി കുത്തി കയറുക. കുഴപ്പമില്ല, കപ്പയൊക്കെ ഉണ്ട്. ചുമ്മാ പറഞ്ഞേ. ഇവന് പെണ്ണ് കിട്ടിയത് ഭാഗ്യം. അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടായിരിക്കുന്നു. നല്ല ഇടിച്ചു കൂടിയാണ്. പെണ്ണ് കെട്ടിയോടല്ല, പെണ്ണ് കെട്ടിയോട്. അങ്ങനെ അനുക്കുറിച്ചാറിന് പെണ്ണ് കിട്ടാൻ പോണത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അത് ഇവൻ കെട്ടണതിന് മുമ്പ് അവൻ കിട്ടിയോണ്ടാ, വേറെ ഒന്നുമല്ല. അത് കാര്യമൊന്നുമില്ല. 2 മാസം 1 മാസമാണോ? അതെ. വീട്ടിൽ 2 പെടകളുണ്ടല്ലേ? വിളിക്കോ ഒരു മൂത്ത ഒരു ചെറുതും. പന്നിക്കുട്ടിനെ മാനസിക തളർത്തി. ഉണ്ടോലോന്നൊക്കെ കല്യാണമൊക്കെ അറിയാം എല്ലാവർക്കും. തളർത്തി ഗൈസ്. അത് വരുവാണോ ഗൈസ്? പന്നിക്കുട്ടിക്ക് പെണ്ണില്ലാന്ന് പറഞ്ഞിട്ട് പന്നിക്കുട്ടിനെ അയൽക്കത്തെ ആന്റി തളർത്തി കളയോ. നാളെ ഇതൊക്കെ ടി വിയിൽ വരും. കാര്യമായിട്ട് പറഞ്ഞാ എന്റെ പൊന്നോനെ കട്ടിയോടാ ചെറുക്കന്മാരെ കൊല്ലും. കട്ടിക്കാ കേട്ടോ. അതൊന്നും കിട്ടി. അജയമാമ പന്നിക്കുട്ടിക്ക് പെണ്ണിട്ടില്ലാന്ന് പറഞ്ഞു. എന്താ എന്റെ അഭിപ്രായം? ആ കൊച്ചിനെ നല്ലൊരു പെങ്കൊച്ച എവിടെയെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടാവും. തറവാട്ടിൽ പിറന്നു വെച്ച പന്നിക്കുട്ടി. ഇതൊക്കെ തുടച്ചാൽ ഇവിടെ ആരുമില്ലല്ലോ. പന്നിക്കുട്ടി നീളാളുമായിട്ട് ബാക്കി ഞാൻ ഉള്ളവരുള്ളോളം പറയണോ? അല്ല ഉള്ളവരുള്ളോളം പറയണോ? അതും ഇല്ല, മണിയലിന്നാണ് ഇങ്ങോട്ട് കറണ്ട് തന്നെ. ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി. തുണി തേക്കാനൊക്കെ ഉണ്ടാവും. അല്ല കണ്ടില്ല അവിടെ. ഇന്ന് തേക്കാൻ എടുത്തെങ്കിൽ കൊച്ചു തേക്കാണ്ടിട്ടാതിരിക്കും. ഗൈസ് നമ്മളങ്ങനെ അനിക്കുട്ടൻ ചേട്ടായിനെ എന്ത് ചെയ്യാ ഗ്രൂം ചെയ്യാൻ പോവല്ലടാ. ഇതൊക്കെ വേണോടാ കുട്ടാ. ഗ്രൂം ചെയ്യാൻ പോണ ഗൈസ്. ബ്യൂട്ടി പാർലറിൽ പോകണം. ഞങ്ങൾ പാർലറിൽ പോയിട്ട് അനിക്കുട്ടനെ മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ഇപ്പൊ സുന്ദരനായിരിക്കുന്ന അനിക്കുട്ടനെ അതിസുന്ദരനാക്കി മാറ്റാൻ പോവാണ് ഞങ്ങൾ. അല്ലേ? ഏത് പാർലറാണോ പോണേ? ഡേറ്റ്സിലാണോ, ഡി സലൂണാണോ, ബ്ലാക്ക് അഫ്രോ, എവിടെയാണ്? ലോറൻസ് ഇവിടെയല്ലേ? നീ ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ലോറൻസിൽ അവന് സുന്ദരനൊക്കെ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അനിക്കുട്ടൻ ചേട്ടായി മുടുക്കനായി. അനിക്കുട്ടൻ ചേട്ടനെ കാണാൻ സുന്ദരനായി. അനിക്കുട്ടൻ ചേട്ടായി കൈ മാറ്റാൻ. അനിക്കുട്ടൻ ചേട്ടായി കൈ മാറ്റടാ. വ്ളോഗിങ്. ആ അനിക്കുട്ടൻ ചേട്ടാ എന്ത് സുന്ദരം നോക്കി. നിന്റെ കല്യാണാണ് നാണിക്കണേ. സുന്ദരനായി ഗൈസ് അനിക്കുട്ടൻ ചേട്ടായി.
ഓ മൈ ഗാഡ്. ചേട്ടൻ മനോ പറഞ്ഞു കേട്ടോ, ചതിച്ചു. അനുകൂടി ചേട്ടൻ സുന്ദരനായി. ഹായ് ഗായ്സ്. ഹായ് ഗായ്സ്. എന്താ പരിപാടി? അയ്യോ, ഇവിടെ എടുക്കാൻ കുറേ നേരം ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇവള് എടുത്തില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എടുക്കാം. അതെ, ഹായ് പറയൂ, എന്തെങ്കിലും പറയൂ, സംസാരിക്കൂ. നമ്മുടെ അനിക്കുട്ടന്റെ കല്യാണമാണ്, നമ്മളിന്ന് പൊളിക്കും. എൻ്റെ വല്ലതും ഉണ്ടോടാ? അതിനകത്ത് വല്ലതും ഉണ്ടോ? ഒന്നുമില്ലേ? അതിനൊന്നുമില്ലാത്ത നോക്കിയിട്ടൊന്നും കിട്ടിയില്ലേ? തന്നെ ഉള്ളത് നോക്കിയാലോ. ഗൈസ്, അനിക്കുട്ടിനെ മുണ്ട് കൊടുക്കാൻ അറിയില്ല അല്ലേ? അവനെവിടെ ഈ റൂമിലാണോ? അനിക്കുട്ടിന് മുണ്ട് കൊടുക്കാൻ അറിയില്ലാത്ത അനിക്കുട്ടിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അനിക്കുട്ടിനൊക്കെ മുണ്ട് കൊടുക്കാൻ പഠിപ്പിക്കാം. ഇതൊന്നും എടുക്കല്ലേ എന്ന് പറയണ്ട, പക്ഷെ ഇതൊക്കെ എടുക്കുമെന്ന് അവനറിയാം. അനിക്കുട്ടൻ ചേട്ടയ്ക്ക് മുണ്ട് കൊടുക്കാൻ അറിയില്ലാന്ന്. അനിക്കുട്ടൻ ചേട്ടായി സെർച്ചിങ് ഫോർ മുണ്ട്. ഇത് മുണ്ടല്ലോ, കുളിക്കാൻ വേണോ? അത് എക്സ്ക്ലൂസീവ് ഉണ്ടോ? കണ്ടന്റ് ഉണ്ടോ? അത് എക്സ്ക്ലൂസീവ് ഉണ്ടോ ഗൈസ്? നമുക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഉണ്ട്. എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഇത് വാഷ്റൂം അല്ലേ? അതേലോ. അനിക്കുട്ടി ചേട്ടാ ഡ്രസ്സ് മാറി. ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ് ഗൈസ്, അത് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, അനിക്കുട്ടൻ മാല വന്നു. അനിക്കുട്ടൻ സമ്മാനമായ അനിക്കുട്ടൻ്റെ മാല അമ്മു ഇവിടെ നിന്ന് ഇത് പറഞ്ഞു. ഇതാണ് അനിക്കുട്ടൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ്. ചെയ്ത് കണ്ണടയിലുള്ളത്. ഇത് മുണ്ട്. ഇത് കുർത്തയാണോ അമ്മു? കുർത്തയാണോ ഷർട്ടാണോ? എന്നാ കുർത്ത. G-Shockന്റെ വാച്ച്. ഇത് അനിക്കുട്ടൻ എനിക്ക് തന്ന മാല. ഒത്തുന്നെ തിരിച്ചുറക്കാന്നാ പറഞ്ഞത്. ഇതെനിക്ക് അനിക്കുട്ടൻ എനിക്ക് തന്ന മാല. അത് ഉണ്ടോ? അനിക്കുട്ടൻ്റെ മാലയാ. അനിക്കുട്ടൻ്റെ മാല. അനിക്കുട്ടൻ്റെ മാല. അനിക്കുട്ടൻ്റെ മാല. സ്വർണ്ണമല്ലോ. എനിക്കത് വേണം. എനിക്കത് വേണം. അപ്പൊ ഗൈസ്, ഇത് ഈ ചേച്ചിയുടെ ചേട്ടനാണ്. അപ്പോ ഈ ചേട്ടൻ എന്ന് പറയുന്നത് ബെസോലിയോസിലെ കോളേജിലെ പിള്ളേരുടെ മെയിൻ സാരഥിയാണ് പുള്ളി വിചാരിച്ചില്ലെങ്കിൽ പിള്ളേര് വീട്ടിലും പോവില്ല, കോളേജിലും പോവില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളിയാണ് മെയിൻ. ഹായ് അമ്മ, എന്നാ ശേഷം? ഡ്രസ്സൊക്കെ മാറിക്കോണോ? അച്ഛൻ 6:45 തന്നെ. അമ്മ അച്ഛൻ വരും 6:45 7 മണി അച്ഛൻ വരുമ്പേ. ഷർട്ട് വെച്ചോ? കഴിയാൻ പാടില്ല. ഓക്കെ, എൻ്റെ ജോലി ഇതാണ് എൻ്റെ ജോലി. യാ, സുരത്തി ഓടി വന്നിട്ട് അത്തി തീർപ്പം. സഞ്ജു സാംസൺ സ്റ്റൈലാണെന്നാണ് അനിക്കുട്ടൻ പറയുന്നത്. സഞ്ജു സാംസൺ സ്റ്റൈൽ. ഷഡ്ഡിട്ടില്ല. ചെടിപ്പിച്ചോ, സെറ്റാണോ? ചെരുപ്പ് കയ്യിലാണ് വാച്ചൊക്കെ ഇട്ടോ കളായിരുന്നു. വാച്ച് വരുന്ന ആരാ ചോദിക്കോ? ആരാ ചെയ്താ? അത് മതി. അടുത്ത ഷോട്ടില് വാച്ച് അപ്പൊ വാച്ച് എടുത്താ. ഷോർട്ടാണല്ലേ? ഇയാളെ പോയി കിടക്കുമായിരുന്നു. ഇയാളെ ഫുള്ള് കാണിക്കുന്നുണ്ട്. ഇയാളെ കൂടെ മാല നമ്മുടെ ബിന്ദുവിലേക്ക് സിനിമ കാണാൻ പോയ ഓർമ്മയ്ക്ക് വേണ്ടി ബിന്ദുവിലേക്ക് കൈമാറുന്നു. വാച്ച് കിട്ടുന്നു. എത്ര അടിച്ചോളാം?
അയ്യോ ബ്ലോഗിൽ വരുമോ നിക്കറൊക്കെ ഇട്ടുണ്ട്. ഇതൊക്കെ വളരെ കളിയാ. ഇതെന്തായാലും വരും. സൺസ്ക്രീം അത് കൊച്ചിനെ ഞാൻ മാല ഇടിക്കുകയാണ്. അതെ കൊച്ചിനെ മാനടിക്കണം. കൊച്ചിനെ മാല ഇടിക്കണം. അതല്ല മറ്റേ സാറയുടെ പറഞ്ഞിരിക്കുന്നു അവിടെ. സാറേ നിന്റെ സ്വന്തം ഇതിലാരോ ലേഡീസ് അവര് പെമ്പിള്ളാരെയൊക്കെ ഉപയോഗിക്കുന്നു. ഷഡിയില്ല വഞ്ചേട്ടൂടെ ഷഡിയില്ലേ സ്പ്രേ അടിക്കുന്നു. നിങ്ങൾ ഫാമിലിപരമായിട്ട് ഷഡ് ഒന്നും ഇടൂലേ? ഒന്ന് പോയടാ മാല പുറത്തേക്ക് ഇടേ. മാല പുറത്തേക്ക് ഫാമിലിപരമായിട്ട് ഇന്നറൊന്നും ഇടാറുണ്ടോ? ഒട്ടകനെ എവിടെയാ ഞാൻ എന്റെ ലുക്ക് ഞാൻ നോക്കട്ടെ. നിന്റെ ചെറുക്കനെ തുള്ളിച്ച് നടക്കുന്നു. ചെറുക്കൻ തുള്ളിയേ വേറെ അവസ്ഥ പറ്റില്ല. ഞങ്ങൾ സ്വന്തം വരാൽ മോൻ. അതെ വേറെ അവസ്ഥ പറ്റി. ഇവന്റെ മുടി കാണാൻ ബെൽറ്റ് എടുത്തില്ല. ഊരി പോകുന്ന ചെറിയ സംശയമുണ്ട്. ആ തലയിൽ വെച്ചിട്ട് എടുത്തില്ലേ? അത് പുള്ളയല്ല, ഈ പുള്ളി ഞാനും എടുത്തില്ല. മടക്കി വെച്ചാ എടുത്തില്ലേ? അളിയ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണേ. 6:30 അച്ഛനോട് കേട്ടോ. ഫുഡ് വന്നുകൊണ്ടിരിക്കുന്നു. ഫുഡുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. പണിയെടുക്കുന്ന ടീംസാണത്. പണിയെടുക്കുന്ന പിള്ളേർ. ഹായ് ഹായ്. അങ്ങോട്ടാ ചേച്ചിയോട് ഞാൻ പറഞ്ഞായിരുന്നോ? ഈ ചേച്ചി ഇത് മനഃപൂർവ്വമാണ് ഞങ്ങളുടെ വീട്ടിലെ കല്യാണം തന്നെ കലക്കോലാക്കാൻ അറിയിക്കുകയാണ്. ഹായ് ഗായ്സ്. അവിടെ ആരുമില്ലടാ. അവിടെ ആരുമില്ലടാ. ഈ സനിക്കുട്ടൻ ചേട്ടൻ ഫോട്ടോഷൂട്ടിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. ക്യാമറമാൻ ഇവിടെ ഉണ്ട്. നമ്മൾ അതിപ്പോൾ എടുക്കൊന്നും വേണ്ടെന്ന് തോന്നുന്നു. അത് പ്രാർത്ഥന കഴിഞ്ഞിട്ടല്ല, അവിടെ കൊണ്ട് വയ്ക്കണമായിരിക്കും. അച്ഛനോട് ചോദിച്ചു, ഇങ്ങനെയൊന്നും എത്തിട്ട് അറിയില്ല. അവിടെ കല്യാണം കഴിച്ചവരാരും ഇല്ല ഇവിടെ. ഇവിടെ എന്തൊക്കെയോ ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാവണില്ല. നിങ്ങൾ ബാക്കിയുള്ളവരെടുക്കാത്ത എക്സ്ക്ലൂസീവ് കണ്ടന്റുകളാണ് നമ്മുടെ ചാനലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്.
വിളക്ക് മതി പുള്ളി അവിടുത്തെ മെയിൻ ടോ. ഇവിടെ വാങ്ങിട്ടില്ല കിടന്നോട്ടെ അയച്ച് വേണ്ടത് അയച്ചിട്ടുണ്ടോ നല്ലത് ഓട്ടെ അത് നല്ലത് നിങ്ങൾ നോക്കി. അത് ഒരു തന്നെ വെച്ചോടെ നല്ലത്, ഒരു തന്നെ വെച്ചോടെ നല്ലത് അല്ലേ? അത് ഓരെണ്ണം മാത്രം തുറന്നെടുക്കുമ്പോ ഇത് ഭംഗിയില്ലാത്തതാണ്. ഇതല്ലേ നല്ലത്? നാല് പുറത്തേക്ക് ഇടാൻ പാടില്ല. എങ്ങനെ കിടക്കൂല ഇല്ലാതെ കെട്ടിയവനെ നോക്കി എന്താ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് കെട്ടിയവരുള്ള സ്നേഹം കൊണ്ടാണ് അല്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? അമ്പാനൊന്നും ശ്രദ്ധിക്കണില്ല. അമ്പാൻ കല്യാണം കഴിക്കാനുള്ളൊരു ആഗ്രഹത്തിൽ ആവേശത്തിൽ നിൽക്കണോണ്ട് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. ഹായ് ഞാൻ മറന്നു എൻ്റെ കാര്യം. ഞാൻ ചെയ്യുന്നില്ല. ഞാൻ തിരിയിട്ട് മമ്മിയോടെയാ എന്നാ പോട്ടെ എന്നാ. ഇതിനല്ലേ അച്ചൂട് കടിച്ചിട്ടോ കൂട്ടാൻ ചാടിപ്പോയാലോ എന്റെ ചേട്ടായി. അമ്മു കൂടാ അമ്മു തരാ ഇവര് ഇപ്പുറത്തേക്ക് വരും, നമ്മൾ ഇപ്പുറത്തേക്ക് വരും. ചൊറിയാണോ? ചെറുക്കൻ തന്നെയാണ്, ചൊറിയാണോ? ഈ ചൂരിലിന് അടിയും ഈ എണ്ണ ഉള്ളത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത അനിയൻ. സൈഡിലായിട്ട് സൈഡിലോട്ടൊക്കെ വന്നു. ഓക്കെ നടന്നു പോരെ 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 നടന്നു പോരെ. അമ്മ അങ്ങോട്ടോ എന്തിനാണ്? ഹായ് ഞാൻ പിടിച്ചില്ലെങ്കിൽ അങ്ങോട്ട് പോയാൽ ചാടണ്ട കേട്ടോ, എണ്ണ ഇറക്കിയും.
അത് അവിടെ വെച്ചിട്ടുണ്ട്. എന്നാപ്പാ ഹായ്, നല്ല സൂപ്പർ ഡ്രസ്സാണല്ലോ നിങ്ങളുടെ. ഇത് ആരാ മേടിച്ചു തന്നെ? തയ്ച്ചതാണോ? മക്കളുടെ പേരെന്താ? മക്കടെയോ? ഐറിനും ബെസ്ലിനും. ഹൈഫൈ പിഷ്കു അല്ല, ഒരാള് പിഷ്കു പിഷ്കു. നിങ്ങളെ കാണിച്ചാൽ ലൈക്ക് കിട്ടുന്നല്ലേ പറയാമേ. അടിപൊളി. നിനക്ക് നല്ലൊരു ഭാഗം. അങ്ങനെയൊന്നും കാണിക്കല്ലേ. അപ്പുറം വണ്ടിയിൽ കിടക്കുന്ന സാധനം ഇരിക്കുന്നുണ്ട്. സെറ്റാ. ഇതിനൊക്കെ പറഞ്ഞുകൊണ്ടെന്നല്ല കാണിക്കുമ്പോ എന്നാ പറയണ്ടെന്ന് പറയാം. അതെ, അവരുടെ യൂട്യൂബിലിട്ട് നാട്ടിക്കോട്ടോ. ഉറപ്പല്ലേ, ഞാൻ ബെസോലസിലെ ചേട്ടായുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കും. ഹായ്. ഗൈസ്, പെണ്ണിന്റെ വീട്ടുകാർ വന്നിരിക്കുന്നു. ഹായ് ഗൈസ്, ഒരു ഹായ് പറയൂ. ഒരു ഹായ് പറയൂ. ഹലോ. ഹായ്. ഹായ് ബ്രോ. ഹായ്. അവര് പോയി. ജോളിയമ്മ കറക്ക്, ജോളിയമ്മ കറക്ക്. അങ്ങനെ വേണ്ട. എന്നാ കിളിമരുന്നോ? വിൽസൺ ചേട്ടൻ ഇതാ വന്നിരിക്കുന്നു മെയിൻ സ്ട്രീമിലേക്ക്. മാങ്ങാച്ചാറാമോ? പൊടിക്ക് പറ്റുവാ. പറയൂ, എങ്ങനെയുണ്ടാവും തലവസ പരിപാടി? നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ടാവും? നല്ല പരിപാടി. എല്ലാം നമുക്ക് തകഞ്ഞു, സന്തോഷമായി. നമ്മുടെ ആൾക്കാരെല്ലാം വന്നു. മഴയാണെങ്കിലും ദോഷമൊന്നുമില്ലാതെ നമുക്ക് കണ്ടില്ലാത്ത ഇടയ്ക്ക് വന്നാൽ പോയി വരികയൊക്കെ ചെയ്തു. അതിലാണ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ഇന്നത്തെ പരിപാടിനെ പറ്റി പറഞ്ഞേ? എങ്ങനെയുണ്ട് വാഴകളി? വാഴകളിൽ വാണം വിട്ടുന്നു, പറന്നു പോയതാ പറഞ്ഞു. ഞാൻ വിട്ടുവല്ലേ? ഞാൻ വിട്ടുവന്നു. വാഴകളി പറഞ്ഞാലും വിട്ട്. അതായത് ജോളി സ്കൂൾ എന്ന് പറയുന്നത് ഈ കോതമംഗലത്ത് നെടുന്തൂണാണ്. അതായത് നമ്മുടെ കോതമംഗലത്തെ ഏറ്റവും നല്ല ഡ്രൈവിങ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ജോളീസ്. ആ ജോളീസിൽ നമ്മൾ അനിക്കുട്ടന്റെ കല്യാണം നമ്മൾ കോതമംഗലം എല്ലാവരും ഉത്സവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച നമ്മളെല്ലാവരും ഈ പരിപാടി ആടിച്ച് പൊളിച്ചിരിക്കും. അപ്പൊ എല്ലാവരും ആയി പറഞ്ഞേ കിട്ടൂല കളിയാ. എന്തരോ എന്തോ വരത്തളിയാ. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വന്നോട്ടോ. വരത്തളിയാ. ഹായ്. ഹായ് ഗൈസ്. അപ്പൊ നമുക്ക് തിങ്കളാഴ്ച കാണാൻ പറഞ്ഞിട്ട് ബുഫ് അടിച്ച് തിങ്കളാഴ്ച കാണാം. ഓക്കെ. അവള് പറഞ്ഞു ഗൈസ്, നമ്മൾ അനിക്കുട്ടനെ താലി കെട്ടാൻ പഠിപ്പിക്കുകയാണ്. അനിക്കുട്ടൻ 73-77 ഇടയ്ക്ക് LDF നാളെ പരത്തില്. ഓക്കെ 73-77 73-77
ഞാൻ പറയണു ഒരു 80 മുതൽ 90 ഓരോ സീറ്റില് ഇവിടെ ഈ പ്രാവശ്യം കോൺഗ്രസിന്റെ മന്ത്രിസഭ ഉണ്ടാവും. ഈ സീറ്റിന്റെ ഞാൻ പറയണു 80 to 90 സീറ്റ്. ഞാൻ ഇല്ല ഒരു മിനിറ്റ് ഞാൻ പറയണു 102 സീറ്റ് കിട്ടും. ആദ്യം ലെഫ്റ്റ് ഓവർ റൈറ്റ് എന്നിട്ട് ഇതിനെ മാത്രമാണ് മിണ്ടാണ്ടി കൊച്ചിനെ പഠിപ്പിക്കട്ടെ. എല്ലാവർക്കും താലി പിടിക്കാനുള്ള പരിപാടി നോക്കാം. എന്നിട്ട് ചെറിയ സാധനം ഇങ്ങനെ തുമ്പത്തിഞ്ഞ് വലിച്ച കെട്ടഴിയണ കെട്ടല് ചെയ്യണത്. അതെ ഞാൻ കാണിച്ചു തരാം. ഞാൻ കെട്ടിയാണ് കെട്ടിയ ആള് കാണിച്ചു തരാന്ന് പറഞ്ഞു. ചേച്ചിയുടെ പിള്ളേര് അപ്പൊ അവര് ഷർട്ട് ഒക്കെ എടുത്തിട്ട് മാലയൊക്കെ എടുത്തിട്ട് ബ്ലോഗിൽ തന്നെയാന്ന്. ആദ്യം വലത് കൈ അത് പറഞ്ഞു കൊടുക്കാറേ. എന്നിട്ട് ഇത് ഇങ്ങനെ ഈ കയ്യിലും അല്ല പോരാ ഇതിനൊരു കണക്കുണ്ട്. ഇതിന്റെ മേലെ എന്നിട്ട് ഇതിങ്ങനെ അല്ല ഇടത് കേടാ ഇങ്ങനെയാ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ കെട്ടായി. പഠിപ്പിച്ചവനെ യൂട്യൂബാ എന്നെ കെട്ടാൻ വേണ്ടിട്ട് കെട്ടാൻ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആനെ പഠിപ്പിക്കണം അവനറിയില്ല. ഞാൻ കാണിച്ചു തരാം. ഞാനൊന്ന് കിട്ടിപ്പെട്ട ഇപ്പൊ ജോളി മമ്മി ഈ കെട്ടുന്നതിന്റെ കണക്കില്ലേ? ഇടത് കൈ വലത്തോട്ട് മാറ്റാൻ അതിന്റെ ഒരു കേൾക്കാവിടെയല്ലേ? അപ്പൊ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇട്ടു. ഇപ്പൊ അവളിങ്ങനെ നിൽക്കുവാ. അങ്ങനെയല്ല കാണിച്ചേ ഞാൻ നിക്കട കൊച്ചു. ഞാൻ അങ്ങനെയല്ല ഇങ്ങനെ അറിയാലോടി ഒരെണ്ണ അനക്കാൻ പാടുള്ളൂ. അതല്ല ഒരെണ്ണ അനക്കാൻ പാടുള്ളൂ. പക്ഷെ അത് കടുങ്കട്ടെടുത്ത് അഴിച്ച അത് തന്നെ അഴിച്ച അഴിയണ കെട്ടായിരിക്കണം. അങ്ങനെയല്ല മുമ്പീന്ന് കെട്ടണേ. തന്നു. എന്നിട്ട് ഇൻസുലിൻ എടുത്ത് പോയി. ആദ്യം ലെഫ്റ്റ് ഓവർ റൈറ്റ് ഓവർ റൈറ്റ് ഇങ്ങോട്ട് ഇറക്കി പിടിക്കാൻ. ഇങ്ങനെയാണ് പിടിക്കേണ്ട സാധനം. തുമ്പ് വേണം. തുമ്പ് ഇച്ചിരി നീട്ടി പിടിക്കാം. ലെഫ്റ്റ് ഓവർ റൈറ്റ്. പിന്നെ ആ ചെറുക്കൻ തുമ്പത്തേക്ക് കൊണ്ടുവരും. ഇങ്ങനെ ഇത് മാത്രം നീ അനക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് പിന്നെയും ഇതിനെ മാത്രം അനക്കാൻ പാടുള്ളൂ. ഇതിനെ അവിടുന്ന് വിടടാ. നീ ഈ തുമ്പത്താണ് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നീ കടുങ്കട്ട് ഇടരുതെന്ന്. അത് മടക്കി തുമ്പ് കിട്ടിപ്പുറം വരാൻ പാകത്തിന് ഇടണം. ഈ കെട്ട് ഇങ്ങോട്ട് വലിക്കടാർക്കാ. നീ ഞാൻ കാണിച്ചു. നിങ്ങൾ ഒരാള് പറഞ്ഞേ ലെഫ്റ്റും റൈറ്റും. അച്ഛനെ കാണിച്ചു. നീ ആണ് കെട്ടിയതാ. ലെഫ്റ്റും റൈറ്റും. ലെഫ്റ്റ് ആണ് അനക്കാൻ പാടുള്ളൂ നമ്മള്. തുമ്പിച്ച് ഇത് ലെഫ്റ്റ് മാത്രമാണ് അനക്കാൻ പാടുള്ളൂ. അമ്മുന്റെ റൈറ്റ് ഹാൻഡ് അല്ലേ അത്? ലെഫ്റ്റ് സൈഡിലെ ത്രെഡ് ലെഫ്റ്റ് മാത്രമാണ് നീ അനക്കാൻ പാടുള്ളൂ. ലെഫ്റ്റ് ഓവർ റൈറ്റ്. ഇവിടെ ലെഫ്റ്റ് ഇതിനെ ഇങ്ങനെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഇതിനെ ഇവിടെ തന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പിടിച്ചു. അത് കെട്ട അങ്ങനത്തെ കടുങ്കെട്ട് ഇടരുത്. ഇത് കടുങ്കെട്ടാണോ? അങ്ങനെ കെട്ടിയിട്ടില്ല. അങ്ങനെ മുറിയരുത്. അങ്ങനെ ഇട്ടാൽ താലി മുറിഞ്ഞു പോകും. ഞാൻ ഇതാ മമ്മി കറക്റ്റ്. അല്ല ഇങ്ങനെ വലിക്കുമ്പോ അഴിഞ്ഞു പോയാ. അച്ഛനോട് ചോദിക്കാം. എങ്ങനെ
അച്ഛാ അങ്ങനെയല്ല ദേ, ഇതിപ്പോ ചുമ്മാ കെട്ടണ ഇതിപ്പോ ഞാൻ ചുമ്മാ കെട്ടണ കെട്ടാട്ടോ ദേ ഇത് കെട്ടണ എങ്ങനെയാന്ന് വെച്ചാൽ ദേ ഈ കെട്ട് ഒരു തുമ്പ് മടങ്ങി ദേ ഇങ്ങനെ വന്നു അങ്ങനെയല്ല അതെറ്റാ ഇങ്ങനെ വലിച്ചു നോക്കുന്നു അങ്ങനെയല്ല അത് അല്ലല്ല അങ്ങനെയൊന്നല്ല ഇവിടെ മാറിയിരിക്കുക അങ്ങനെയൊന്നും ഏട്ടനെ ഇത് അഴിയും ഇത് കണ്ടോ അത് ഒറ്റ അഴിയും ഇങ്ങനെയല്ല ഏട്ടനെ എന്റെ പൊന്നു അല്ല ജോലി മമ്മി അത് ഇങ്ങനെയല്ല ഇതല്ല എനിക്കറിയില്ല ഇത് അവിടെ പെടും ഞാൻ പറയണ മാത്രം നീ കേട്ടാ മതി യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോ നോക്കിയതാ അഴിയുടെ കെട്ടണേ അങ്ങനെയല്ല ചേച്ചി അങ്ങനെയല്ല കറക്റ്റ് കെട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു സൈഡിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോ ഊരിപ്പോരും ഇതേതാ ഇത് പച്ചട്ട് ഇതല്ല കെട്ട് ഞാൻ കാണിച്ചേ അതേ ഉള്ളിനെ പറഞ്ഞ മറ്റാണോ ഊരി പോരരുത് അങ്ങനെയല്ല ഞാൻ പറയട്ടെ യൂട്യൂബിലുണ്ടാവും ഞാൻ പറയട്ടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞവരോട് അറിയാൻ പാടില്ല ആ നിനക്ക് കല്യാണം കഴിക്കാൻ പഠിക്കണ്ടേ നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് വല്ലതും പഠിക്കുവോ സമയമാകുമ്പോ പഠിച്ചാ പോരെ. എന്നാലും നീ എന്റെ ചേട്ടയ്ക്ക് പറഞ്ഞു കൊടുക്ക് എന്റെ അളിയന് പറഞ്ഞു കൊടുക്കുക മറ്റേ എക്സ്പീരിയൻസ് ഉള്ള ബിജിലനെയും പഠിച്ചു ഇത് ഊരിപ്പോണം അങ്ങനെയാണോ സാധനം കുറെ നേരമായി പുതപ്പം പിടിച്ചോണ്ടിരിക്കണം കേട്ടോ ആള് ഞങ്ങൾ അറിയാം എന്താന്ന് വെച്ചാൽ നമ്മുടെ മമ്മി അതല്ലാട്ടോ ജോളി മമ്മി ആ കെട്ടല്ല അതെങ്ങനെയാന്ന് വെച്ചാൽ അറിയാവുന്നവരോട് ചോദിച്ചില്ല അച്ഛനാക്കിയാ കെട്ടിയത് അച്ഛനും അപ്പനും അവരൊക്കെ കെട്ടിയത് പറഞ്ഞാ മനസ്സിലായില്ല കാണിച്ചെന്നല്ല മനസ്സിലായി ഈ അമ്മ പറഞ്ഞ കറക്റ്റാ ആൺകെട്ടാണ് കെട്ടേണ്ടത് ആൺകെട്ട കെട്ടേണ്ടത് ഇപ്പൊ അങ്ങനെ കാര്യങ്ങൾ പറയാമോ എന്നാലല്ലേ മനസ്സിലാവുള്ളൂ കേട്ടാ ഒന്നുകൂടി നോക്കിട്ടോ ലെഫ്റ്റ് മാത്രം നീ അനക്കാൻ പാടുള്ളൂ ലെഫ്റ്റിനെ റൈറ്റിന്റെ മേത വെച്ചു നീ എടുത്തു ഇപ്പൊ ഈ ലെഫ്റ്റ് തന്നെ ലെഫ്റ്റിൽ പിടിവിടരുത് ഇത് അത് കഴിഞ്ഞ് ഇത് അത്ര കേസുള്ളൂ അമ്മു അല്ലേ അതിനോ ആ വെൽസൺ ചേട്ടൻ ഷർട്ട് ഇട്ടു ഇങ്ങനെ കിട്ടി അപ്പോ എടാ വേട്ടാവളിയാ ഇവിടെ ഇത്ര സ്പേസ് കുറച്ച് വേണം മനസ്സിലായോ അത്ര സ്പേസ് ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇതിന് തന്നെയാണ് നീ അനക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഈ സാധനം ഇങ്ങനെ എടുത്ത് കിട്ടി കറക്റ്റ് അത് കഴിഞ്ഞിട്ട് നീ കെട്ടുമ്പോ ഇങ്ങനെ കറക്റ്റ് അത്രേ ഉള്ളൂ മോളെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ വലിയതെന്ന് മാറ്റി ചെറുതൊന്ന് പഠിപ്പിക്കണം കേട്ടോ ചെറുത് കൊടുക്കാം ആദ്യം പഠിച്ചിട്ട് വേണമല്ലോ ഉണ്ടോ കൈ വറക്കട്ടോ കൈ വറക്കുന്നുണ്ട് യെസ് അടുത്ത ഇനി ഇത് ഏതാ അനക്കണ്ടേ ചെറിയ നൂല് എടാ അവിടെ ഗ്യാപ്പ് ഇടാ ലെഫ്റ്റ് ഇതെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ലെഫ്റ്റ് എന്താ ആദ്യം പറഞ്ഞ ലെഫ്റ്റ് ഓവർ റൈറ്റ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടു എന്നാടാ നീ എന്തിനാ ഇപ്പൊ കൈ എടുത്ത അവിടെ നിന്ന് കൈ അങ്ങനെ എടുക്കാൻ പാടില്ല ആരെങ്കിലും ഒരാൾ ഇവിടെ വന്നേന്നാടാ എന്റെ പൊന്ന് ചാത്ത നീ ഇച്ചിരി ബാക്കിട്ട് അതെ ഇങ്ങനത്തെ അച്ഛൻ തന്നു ലെഫ്റ്റ് മാത്രം അനക്കണം ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചു അടിയിൽ വെക്കാൻ ലെഫ്റ്റ് ഓവർ റൈറ്റ് മനസ്സിൽ പറഞ്ഞോ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിൽ നിന്ന് എടുത്ത് മേളിലേക്ക് വെച്ചു എന്നിട്ട് ലെഫ്റ്റിനാണ് അനക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് ഇങ്ങനെ എടാ അതീക്കടെയാണോ അല്ലേ കണ്ടില്ലേ അത് കഴിഞ്ഞ് ഇങ്ങനെ അത് കഴിഞ്ഞത് ഇങ്ങനെ അത് കഴിഞ്ഞത് ഇങ്ങനെ ഇത്രയല്ലേ ഉള്ളൂ എടാ നിന്റെ കൈ വിറക്കുകയാണല്ലേ ഇവിടെ കൈ ഇങ്ങനെ വെച്ചാട്ടോ താങ്ങാൻ വേണ്ടിട്ട് പഠിച്ചോ ഒന്നുകൂടി കേട്ടോ കണ്ടേക്കണം നാളെ പ്രാക്ടീസ് അതെ സമയം ഉണ്ടാവില്ല ഇവരടുത്ത് നിൽക്കും പറഞ്ഞു തരുമല്ലോ. ലെഫ്റ്റ് എടുത്ത് റൈറ്റിന്റെ മേളിലേക്ക് വെച്ചു അമ്മ നോക്കിയാമോ എന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ കറക്റ്റാണത്
നമുക്ക് തന്നുവിടുന്നതാണ് അവരെ. ഇത് ലെഫ്റ്റ് എടുത്ത് ലെഫ്റ്റ് ഓവർ റൈറ്റ്, ലെഫ്റ്റ് ഓവർ റൈറ്റ്. അതെല്ലാം ഇത് എങ്ങനെ എടുത്ത് വെച്ചു? ഇതെടുത്തത് താഴത്തേക്ക് ഇട്ടു, ഇതെടുത്തത് ഇവിടെ അത്രയും വലിയ നൂല് കെട്ടണ്ട കേട്ടോ. ചെറിയ നൂല് കെട്ടി പഠിച്ചോ. അതിനകത്ത് കെട്ടിപ്പിടിച്ചോ. അല്ല എന്നാ വെച്ചാൽ അതേക്കൂട്ട് നൂലിൽ കെട്ടണം പഠിച്ചു പറഞ്ഞേ. ഇപ്പൊ കടന്നിട്ടില്ലേ ആദ്യം കിട്ടിയതായിരുന്നു. ചെറിയ നൂല് അത് വലിയ വണ്ണമുള്ളതല്ലേ നമുക്ക് വണ്ണമുള്ള കെട്ടിയ പഠിക്കില്ല, മനസ്സിലാവില്ല. വണ്ണമുള്ള കെട്ടി കഴിഞ്ഞാണ്ടല്ലോ അവിടെ ചെന്ന് കെട്ടുമ്പോ പാടുവിടും. അതാ പറഞ്ഞേ. എടാ ഇത് ചെറിയ നൂലിൽ കെട്ടറ ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാ അവൻ മറന്നു നോക്കാം. ഇല്ല മറക്കൂടാ. ആ ജോളി മമ്മി, ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മുടെ വിരിപ്പാവിന്റെ നൂലെടുത്ത് വെള്ള നൂല് 2 എണ്ണവും എനിക്കറിയാൻ പാടില്ല, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറഞ്ഞാണ് 7 അപ്പൊ 5 എണ്ണം വിരിപ്പാവിന്റെ 2 എണ്ണം വെള്ളയും നൂലും എടുത്താണ് താലി പിരിക്കുന്ന ചടങ്ങെന്നാണ് എൻ്റെ അറിവിലുള്ള. ഇതാണ് വിരിപ്പാവ്. വിരിപ്പാവാണിത്. അപ്പൊ വിരിപ്പാവിൽ അതെ ഒരു പൂക്കാലം വന്നു. ഞാൻ ഓർത്ത് ഇവര് കഴിഞ്ഞല്ല വരൂ കിട്ടുന്നുണ്ട്. അതല്ലേ വിരിപ്പാവ. ഞാൻ വിചാരിച്ചോട്ടെ കഴിഞ്ഞ തന്നാണല്ലോ ഈ പ്രാവശ്യം. കൊളവിക്ക് കൊട്ടേഷൻ ഓർത്തിരുന്നോട്ടോ. ഇല്ല അതിപ്പോ ഇവിടെ അത് അത് കെട്ടാൻ പഠിച്ചു. ഏറ്റവും ഇളത് കെട്ടാൻ പഠിച്ചു. പിന്നെ ഒരു സൗഹാർദ്ദം നോക്കിയേക്കണേ. അവര് മണിയേലിന് പച്ച കൊടുത്തു, ഞങ്ങക്ക് ചുവപ്പ് വന്നു. ഇപ്പൊ മഞ്ഞ വെക്കാൻ നോക്കിയിട്ട് രക്ഷയില്ലാതെ ഇത് മേടിച്ചു. ഇതല്ലാണ്ടല്ലോ പ്ലാസ്റ്റിക് അല്ലേ? അപ്പൊ അവര് ഇതിനകത്ത് പാക്ക് ചെയ്ത് വെച്ച് തരുന്നത് ഈ നൂലെല്ലാം. മന്ത്രകോടി. അപ്പൊ ഇത് നമ്മൾ ഇതിട്ട് പിരിച്ച് താലിയാക്കണം. താലി മാലയാക്കണം. ആ താലിയുടെ പാത്രം മേലേക്ക് ഇട്ട് പിരിച്ച് ഇതിന്റെ തുണി ഇത് 5 എടുത്തതാണ്. ഇത് നമ്മൾ ഈ സാരിയെന്ന് നൂലെടുത്ത് കടക്കാര് തന്നെ തരും നമുക്ക്. അവർക്കറിയാലോ. പഴയ കാലമൊക്കെ പോയി. അപ്പൊ ഇത് ഇത്രയും വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാൻ വേണ്ടി അവര് നമ്മുടെ ഈ നൂല് കെട്ടാൻ നേരത്ത് ആ അഴിക്കണ നൂല് അവര് ഇത് പിരിച്ച് ഇത് തരും. നമുക്ക് പാക്കറ്റിലാക്കി തന്നുവിടും. ഇവനും അതാ പണിയെടുക്കുമ്പോൾ ചാത്ര ബാക്കി അപ്പൊ ആ രണ്ടാമത്തെ രണ്ട് തിന്നിരിക്കണേ. അപ്പൊ ഞാൻ മേശയില് തിന്നാനുള്ള ഇത്ര നിന്നത് അണ്ടാവായിരിക്കും. എത്ര നിങ്ങളെ ഞങ്ങള് തിന്നാറില്ല അല്ലേ? അണ്ടാവിനെ കഴിക്കാൻ വേണ്ടിട്ടാ. അച്ഛനമ്മയും കൂടെ അവരെന്ത് അച്ഛൻ അതല്ല ചേച്ചി ഇവിടുത്തെ അച്ഛനൊക്കെ നിങ്ങളുടെ താലി വലിയ താലി, ഞങ്ങളുടെ നല്ല കണ്ണിലിട്ടൊക്കെ ഒരു കൂടാത്ത താലിയാ. ഇതായിരുന്നു താലി. ഇപ്പഴാ വലിയ വലിയ ആളുകളുണ്ട്. താലിട്ടാൻ പഠിക്കുക. ഈ സാധനം മാറ്റി എടാ ആ മറ്റേ ടെന്നെടുത്തോണ്ടാവനെ മറ്റേ ടെന്നെടുത്തോണ്ടാ. നാളെ കൊണ്ടുപോകണം മാല, മോതിരം. എട്ടരയ്ക്ക് കെട്ടി നിർത്തും. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പരിപാടി അവർക്കടെ അവരുടെ സ്റ്റൈലില്
മറ്റേത് സുഖേഷ് അത് മറ്റേ സെന്റ് തോമസ് ചെറുകളുടെ ഹാളിലാണ് മാത്രമേ ഉള്ളൂ. വണ്ടിയിൽ ഇതുണ്ടോ? വണ്ടിയിൽ വെച്ചിട്ടേ ചെറുക്കെ കെട്ടാൻ വന്നിട്ട് കാറിൽ വെച്ചിട്ട് ആരും എടുത്തില്ല. അപ്പൊ അവിടെ വേറെ പരിപാടി അപ്പൊ ഉള്ള ഫുഡിന്റെ ഒരു ഫുഡിന്റെ പരിപാടി പിന്നെ ഇത് കണ്ടോ അവിടെ കാറ് അവിടെ രീതിയിലുള്ള എല്ലാം ബാക്കിയുള്ളത്. മറ്റേ ഓട്ടം വിളിക്കണ ടാക്സിയല്ലേ, ടാക്സിക്കാരല്ലേ അത്? പറഞ്ഞ പോലെ അനിക്കുട്ടനൊരു മതസൗഹാർദ്ദമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അനിക്കുട്ടൻ അതൊക്കെ കണ്ടാണ് കല്യാണം കഴിക്കുന്നത്. മതസൗഹാർദ്ദം ഇത് വിൽസൺ ചേട്ടന്റെ മാല കടം കൊടുക്കണം. എന്നിട്ട് പറയില്ലേ? ഞാൻ പറയും അതല്ല, അവർക്ക് സ്ലീവായുള്ള മാല വേണം നമുക്ക് വാഴ്ത്തണമെങ്കിൽ. അപ്പൊ അതിനാണ് ഞാൻ അവരെ കൊണ്ട് ആ മറ്റേ പള്ളിനെ വിളിച്ചിട്ടേ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള കൊച്ചല്ലേ, അപ്പൊ അത് ഈ മാല വാഴ്ത്താനുള്ള നമ്മളൊന്നും കൊടുക്കാതിരുന്നില്ല. കൊച്ചിന് മേടിച്ചിട്ടുണ്ട് 2 പവന്റെ ഒരെണ്ണം. പറയുമ്പോ ഒന്ന് ആലോചിക്കണം. ഇതിന്റെ അതൊക്കെ വരട്ടാണ് ഇവിടെ വരുമ്പോ എന്നാ ഇതൊക്കെ ഇടും. അപ്പൊ പറയേണ്ടത് അത് നല്ല സാധനങ്ങൾ നോക്കി പറയണമെന്ന്, ഉള്ളത് തന്നെ പറയണമെന്ന്. ഈ മാലയാണ് കൊച്ചിന് ഇവിടെ വരുമ്പോ എതിരേറ്റ് കയറ്റുന്നത്. ഇടിയിക്കാൻ വേണ്ടിട്ട് ഈ മാലയാണ് ഞങ്ങൾ ആദ്യത്തെ മോക്ക് എതിരേറ്റ് കയറ്റിയത്. ഇച്ചിരി വലിപ്പമുണ്ടെന്നുള്ള എല്ലാം അല്ല എന്നാലും ഞാൻ സജിയുടെ കെട്ട് നമ്മളിവിടെ കല്യാണം ലോഹിയാണല്ലോ കൊച്ചാണ്. അപ്പൊ എനിക്ക് പെൺകുട്ടികളില്ലോ, അത് ഞാൻ തപ്പി നോക്കിയപ്പോ എന്റെ കഴിച്ചാൽ ഒരു 5.5 പവന്റെ ഈ കഥ ജീവിച്ചിരിക്കുന്ന വ്യക്തികളുമായോ അതില്ല, മറ്റാരുമായോ മാല കാണാനില്ല. മാല കാണാനില്ല. അമ്മു നീ വന്ന വഴിക്ക് മാല എടുത്തുണ്ടോയോ? അത് വേറെ ആളുടെ കഥയാ. ഓക്കെ ഓക്കെ. അത് ഇനി അന്വേഷിച്ചത് പറയാണ് മാല എന്റെ വായനാണ്. അല്ല ഇതൊക്കെ അമ്മു നീ എങ്ങനെ സാധിച്ചു? ചുമ്മാ പറയണേ അതൊക്കെ. എന്റെ അമ്മു വിഷയട്ടോ അമ്മു. ഇതൊക്കെ ഇതിന്റെ അകത്ത് വെക്കാനുള്ള സാധനങ്ങളാട്ടോ. ഞാൻ ആവറേജ് ഒരു തലേദിവസം പരിപാടി ഇതാണ്. പിന്നെ പിള്ളേരെ പഠിപ്പില്ല. ഇതിന് പിറ്റേ ദിവസം അപ്പന്മാരും എടുക്കില്ല. അത് അടിച്ച് ഫിറ്റായിട്ടാ. അല്ല ഇന്നിപ്പോ എല്ലാം നമ്മള് റെഡിമെയ്ഡ് മേടിച്ചിട്ട് വീട്ടില് ഇരിക്കാൻ നേരം. അതുകൊണ്ട് കുഴപ്പമില്ല. അത് കാരണം ഈ പറഞ്ഞിട്ട് റെഡിമെയ്ഡ് മേടിച്ചാലും നമുക്ക് പണിയേണ്ട പണി നമ്മള് പണിയണം. ബഹളം മഴയാണ്. ഒന്ന് പിന്നെ ഇടയ്ക്ക് ഒരു കാർത്തമാറ്റി വരും ഒരു ന്യായങ്ങളായിട്ട്. ഇപ്പൊ അത് മാറിയിട്ട് വീഡിയോക്കാരായത് മൊത്തം കല്യാണം അവരുടെ കയ്യില. രണ്ടെണ്ണം എടുത്തില്ലെങ്കിൽ ബലം കിട്ടൂല. ഇതിന് ഇത് തീരെ നൈസല്ലോ മേ. ഇവിടെ താലി ഉണ്ടാക്കുക, താലിച്ചരട് അധികണോ? പിടിച്ചേ, അറ്റത്ത് പിടിച്ചേ. 7 പിരി ഒരിക്കലും അഴിഞ്ഞു പോകില്ലാന്ന് പറയാം. പ്രീ മാരേജ് കോഴ്സിന് പഠിപ്പിച്ചതാണ് കേട്ടോ. അണിക്കൂട്ടം കേട്ടാർന്നോ? 7 പിരി താലി ഒരിക്കലും അഴിഞ്ഞു പോകില്ല. 7 പിരി. അനിക്കുട്ടൻ പ്രീ മാരേജ് കോഴ്സിൽ പോയത് അവിടെ പൊറോട്ട കഴിക്കാനാ. ബിരിയാണി ആയിരുന്നോ? തുരുത്തിപ്പള്ളിയിലുണ്ട്. നീ ഇവിടെ പോയ പുത്തൻകുരിശിലാണോ? നമ്മുടെ അവിടെ ഉള്ളത് എറണാകുളത്തുള്ളത് പുത്തൻകുരിശിലും തുരുത്തിപ്പള്ളിയിലുമാണ്. കൊയിനോണിയാ. കൊയിനോണിയാ അത് തുരുത്തിപ്പള്ളി. ബിനോണി ആരാ പറഞ്ഞേ? ഞാനോ? ഒരു 2 പേരുടെ വരാണ്ടോ? ഞങ്ങൾക്ക് ബലം കുറവാ മടിയേലിക്കാർക്ക്. ഇപ്പ എണ്ണം കൂടാണ്ട് ഈ ചോറും പറ്റ് ഇതിലേക്ക് പെരട്ടണം. എന്നാലാണ് അത് പിടിച്ചിട്ട് വേണമെങ്കിൽ പെറ്റണം. എന്തിനാണ്? ബലം കിട്ടാൻ. യെസ്.
കല്യാണം ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ വിടുന്നത് ആകാശിനെ. ഇവിടുത്തെ കഴിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതാ നമ്മൾ അതിനകത്ത് എടുക്കണില്ലല്ലോ. ഞങ്ങളുടെ കല്യാണത്തിനെ അങ്ങനെ വെച്ചാ കൊടുക്കണേ. ഞങ്ങളുടെ കല്യാണത്തിന് കൊട്ടയൊക്കെ ബുക്ക് ചെയ്തു. എന്നിട്ടുണ്ടല്ലോ പള്ളി ചെന്ന് കഴിഞ്ഞപ്പോ പെണ്ണുങ്ങള് കൊട്ട എടുത്ത് മാറ്റി വെച്ച സാരി അത് വെറുതെ മേശം വെച്ചു. ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എന്റെ മൂത്ത ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒന്നുണ്ടല്ലോ, വിൽപ്പാവൊക്കെ എടുത്ത് വെച്ചു. ഇതല്ല താലി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പള്ളിയിൽ ചെന്നപ്പോ താലിയില്ല. മമ്മി താലി എന്ത് താലി കയറ്റാൻ പോകണ്ടോ? വെച്ച് നീക്കച്ചാനെ എന്നിട്ട് മമ്മി താലി താലി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ താലി ഇടാൻ പോകണ്ടോ? പാവ് എടുത്തപ്പോ ഈ കാരണന്മാരും പറയുകയാണ് എടുത്തോണ്ട് തന്നെ. എന്നിട്ട് ഒരു കട്ടിലിന്റെ സൈഡിൽ ചാടി കിടന്നു. അത് രണ്ടാമത് പോയോ? അപ്പൊ തന്നെ പിടിച്ചെന്നപ്പോ അവിടെ തന്നെ നമുക്ക് ഇടാൻ പോകണ്ടോ? അടുത്ത കൈ ഉണ്ടല്ലോ, വലത്തെ കൈ ഉണ്ട് കേട്ടോ. അത് നേരെ കിടി ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമോ മീനകത്ത്? ഇതൊരു തന്നെ ആയിട്ടടി വെച്ചേ. നമുക്ക് ഈ പെട്ടിയോട് കൂടി ഇതിനകത്തേക്ക് വെച്ചാലോടി. അങ്ങനെ വെക്കണ്ട. ഇത് പക്ഷേ അവനെ പിടിക്കണം. അത് കയറ്റി പിടിക്കണം. അപ്പൊ പെട്ടി കൊണ്ടോണില്ലെങ്കിൽ അല്ല പെട്ടിയിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം. അവൻ തുമ്പത്തെ കയറി പിടിക്കണേ, അച്ഛൻ കയറ്റി പിടിക്കണം. കയറ്റി പിടിക്കാൻ പറഞ്ഞു കൊടുക്കണം. അത് അച്ഛൻ കറക്റ്റായിട്ട് തരും, ഇവിടെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു തരും. അയ്യോ അതാണ് പിൻ. അച്ഛൻ അതിന് തുമ്പ് കുറെ ഇട്ടോ നമുക്ക് പിടിക്കാൻ തരുള്ളൂ. ഇത് വെക്കണ എടുത്തോട്ടോ. വെച്ചേ അങ്ങനെ വെച്ചാൽ എന്നിട്ടൊരു പിന്ന് വെച്ചേ കൂടെ സെറ്റ് ചെയ്താൽ മതി. ഇത് അങ്ങോട്ട് പിടിച്ചടി, ഇങ്ങനെ പിടിച്ചടി ഒന്നുകൂടി. ഇങ്ങനെ ഈ ഇത് തന്നെ വിരിപ്പാവിൻ്റെ ഇവിടെ മന്നോടം വെച്ച് അങ്ങനെ അങ്ങനെ എടുത്തു. ഇത് കണ്ടോ? നീ എല്ലാരും ആകാശിനെ കളിയാക്കി. ആകാശിന് പണി അറിയില്ല, പണി അറിയില്ലെന്ന് പറഞ്ഞ് ആകാശ് തിരിച്ചു മടങ്ങണം. ഫിൽറ്റർ നിറച്ച് പൊടിയാലോടാ. ഇതിപ്പോ ആകാശം ചെയ്യില്ലപ്പോ. ഇത് അച്ഛൻ തന്നെ വരും കൊടുത്തോളൂ. അങ്ങനെയല്ലേ ഇടണ്ടേ? അതിനിപ്പോ അത് എടുത്തിട്ടുണ്ടല്ലോ, അങ്ങനെ തന്നെ ഇടാം. ഒരു ടിന്നിവിടെ ഇതിന്റെ അകത്തേക്കാണ് വെച്ചോ. ഇത് മറ്റേ മാല, ചെറുക്കന്റെ മാല. ചെറുക്കൻ്റെ അല്ല, ഇത് പെണ്ണിന് വാഴ്ത്താനുള്ള മാല. ഇത് അപ്പയുടെ മാല അമ്മേ. അപ്പയുടെ മാല ഇത് ആമേ ഇതിനകത്താണ്. ഇത് വായിട്ടില്ല. ഇത് വായിച്ചിട്ട് ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല. അത് ഞാൻ ശരിയാക്കാം. അതൊരു പിന്നെ എന്തെങ്കിലും വെച്ച് ശരിയാക്കിയില്ല. അപ്പം മാല വീഡിയോ എടുക്കണവരൊക്കെ താലിമാല നമ്മൾ വാഴ്ത്തി താലിമാല നമ്മൾ റെഡിയാക്കി. ക്ലോസ് എടുക്കൂ. ഇതിന്റെ പേരിനാണെന്ന് മന്ത്രകോടിയുടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമ്മൾ നേരെ നാളെ കുർബാന കഴിഞ്ഞ് നേരെ കെട്ടാൻ നിർത്തി കഴിയുമ്പോൾ തന്നെ കൊണ്ടുപോയി പള്ളിയുടെ ഉള്ളിലുള്ള നമസ്കാരമേശ്വരി വയ്ക്കും. ഗൈസ്, നമുക്ക് അനിക്കുട്ടൻ്റെ കല്യാണത്തിനാണ്. ഗൈസ്, രാവിലെ 7 മണിയായി. നമ്മളിപ്പോൾ ഉള്ളത് പൂത്താങ്കെട്ട് പെരിയാർ റിസോർട്ടിലാണ്. അനിക്കുട്ടൻ്റെ കല്യാണത്തിൻ്റെ രാവിലെയുള്ള ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് വൈകി വന്നപ്പോൾ 6 മണി 6:30 ആയപ്പോൾ തുടങ്ങിയതാണ്. അവിടെ ഫോട്ടോഷൂട്ട് പരിപാടി നടക്കുവാണ്. നല്ല കിടിലൻ ഫ്രെയിമല്ലേ, ഇത് രസമാണ് നോക്കി കാണാൻ. ആ തെങ്ങൊക്കെ നിൽക്കണതിൻ്റെ അപ്പുറേ ഡാം, പൂതത്താങ്കെട്ട് ഡാം. നമ്മുടെ കൂടെ ആകാശ് വാഴക്കളിയുണ്ട്.
സാവൺ ബിജു ആണ് ഫോട്ടോഗ്രാഫിയിൽ നേതൃത്വം കൊടുക്കുന്നത്. ഹായ്. പെണ്ണിനൊക്കെ ഞാനവിടെ തുണിയൊക്കെ പിടിച്ചോണ്ട് പോണേ. ചേട്ടാ ഞാൻ ഉറങ്ങിച്ചേ വൈകിപ്പിടെ എഴുന്നിട്ട്. അനിക്കുട്ടൻ ചേട്ടായുടെ കല്യാണം നോക്കി അനിക്കുട്ടി ചേട്ടേ. അനിക്കുട്ടി ചേട്ടാ മകൻ അനിക്കുട്ടിയുടെ കല്യാണമാണോ കള്ളൻ. അനിക്കുട്ടൻ ചേട്ടേ മുട്ടൊക്കെ ഇട്ട് സുന്ദരനായിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, സുന്ദരൻ ചെറുക്കനായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും. ഞാൻ പറയുമ്പോ കൈ ഇങ്ങനെ ബാക്കി ഇങ്ങനെ പോക്കാം. കുറച്ച് ഈ സൈഡിലേക്ക് ലൂയിസ് റജി. ഹായ് ഗൈസ്. സുഖമാണ്. ലൂയിസ് റജിയാണ് മെയിനാള് ലൂയിസ് മെയിൻ. ഹായ്. എന്നോടാ കാണിക്കോട്ടെ നിനക്ക് പറ്റിയേ. ഗ്ലാസ് മാറ്റി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഞാനൊരു 8-10 എത്രോട്ടോ. പള്ളിയുടെ ഫ്രണ്ടിൽ 2 ഫോട്ടോ എടുക്കാണ്ട്. ഗൈസ്, പെണ്ണിന് മണവാട്ടിക്ക് വരാൻ മണവാട്ടിയുടെ നാത്തുവൻ നല്ല പറയാം, എന്താ പറയുന്നത്, ചേട്ടത്തിക്ക് ആണ് ഫുഡ് ചേട്ടത്തിയുടെ അമ്മ കൊടുക്കുന്നത്. ചേട്ടത്തി നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയായി. എൻ്റെ മാല ഇത് മറ്റേ 916 ആണോ? തമ്പുരാനറിയാം. ആണോ? ഗൈസ്, സ്വർണ്ണമാണ്. 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ അസാണോ? ഒറിജിനൽ. ഓക്കെ. നല്ല സുന്ദരിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ചേട്ടത്തി എനിക്ക് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരുമോ? നിങ്ങൾ പറയൂ ഗൈസ്, കമൻറ്റ് ബിലോ. ഗൈസ്, അണ്ടാവ് ചോറുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഹായ് ബ്രോ. മൂത്ത് നോക്കടാ. ഹായ് പറയണേ. അവൻ കല്യാണ ചെറുക്കൻ ഫുഡ് കഴിക്കാനുള്ള ഓട്ടത്തിലാണ്. കല്യാണ ചെറുക്കൻ്റെ അമ്മ എവിടെ? ഹായ് ആൻറ്റി. ഹായ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഉണ്ടോ? ഇവിടുത്തെ എല്ലാ കാര്യവും ഓൾ ഇന്നോളായിട്ട് ചെയ്യുന്ന ഈ 2 പേരാണ്. നിങ്ങളിതൊക്കെ കാണാണ്ട് പോരെ സുഹൃത്തുക്കളെ. ഇത്ര ഇതുപോലെ പണിയെടുക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ? ജോളി മമ്മി എവിടെ? ഒരുങ്ങണോ? ജോളി മമ്മി ഒരുങ്ങുകയാണ്. ഇല്ല, അങ്ങോട്ട് കയറി പോവില്ല. പിന്നെ ഒരുങ്ങണടത്തേക്ക് കയറി പോകും ഞാൻ. ഫുഡ് കഴിക്കാൻ പോകണം. ഗൈസ്, നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ഇനി വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറി എല്ലാവരും പള്ളിയിലേക്ക് ഇറങ്ങുവാണ്. ഞാൻ ഫ്രഷ് ആയിട്ടില്ല കേട്ടോ, അതോട്ട് ഇങ്ങനെ ഇരിക്കണേ. കല്യാണ പെണ്ണേ, കാന്താരി പെണ്ണേ, പെണ്ണേ നിന്നെ. ഇതാണ് ചെറുക്കൻ്റെ അപ്പൻ്റെ. ഇതാണ് ചെറുക്കൻ്റെ അപ്പം. മുണ്ടൊക്കെ എടുത്തുണ്ടോ? മുണ്ട് പൊക്കെ എടുത്താൽ അണ്ടർവെയർ കാണാം. ചെറുക്കൻ്റെ അപ്പം സ്റ്റൈലായിട്ടുണ്ട്. ഇട്ടുണ്ട്. ചെറുക്കൻ ഭയങ്കര കോൺഫിഡൻസിലാണ്. ചെറുക്കൻ കൈ ഇറക്കിയോ? മറ്റത് മറന്നു വിട്ടില്ലല്ലോ. ആ, ഫസ്റ്റായിട്ടുണ്ട്. ദൈവം. ഉണ്ട് മാത്തുട്ടി. ഒരു ഹായ് പറഞ്ഞേ. ഗൈസ്, അച്ഛനിവിടെ ഭയങ്കര ആകാംക്ഷയിലിരിക്കുകയാണ്. LDF തൂക്കുമെന്നുള്ള രീതിയിലാണ് അച്ഛനിരിക്കുന്നത്. പക്ഷെ LDF തൂക്കില്ലെന്ന് നമുക്കും അറിയാം, അച്ഛനും അറിയാം. പക്ഷെ കോൺഫിഡൻസ് അച്ഛനുണ്ട്. ഹായ്. ഓക്കെ, എല്ലാവരും ചിരിക്കുന്നു, വർത്താനം പറഞ്ഞേ. അനിക്കൊണ്ണം നോക്കി എല്ലാവരും. പപ്പയമ്മ നോക്കി. ചേച്ചി കുറച്ച് സൈഡിലേക്ക്
താലി മാത്രം വെക്കാട്ടോ. അല്ല മൊത്തം വെക്കണം. മൊത്തം വെക്കണോ? ഇത് രണ്ടുപേരുടെ ഇല്ല. പള്ളി ചെല്ലുമ്പോൾ കപ്പേരത് അറേഞ്ച് വെക്കണം. ഗൈസ് അങ്ങനെ നമ്മൾ അനിക്കുട്ടന്റെ കല്യാണം കെട്ട് കഴിഞ്ഞ് എവിടെ എത്തി? ഹാളിലെത്തി. കോതമംഗലം നമ്മുടെ ചെറിയുള്ള ഹാളിലെത്തി. കല്യാണം കഴിച്ചു. രാധിക കല്യാണം കഴിച്ചു. ഹൈഫൈ. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം കഴിച്ചപ്പോ? ടെൻഷൻ ഉണ്ടായിരുന്നോ? നല്ല ടെൻഷൻ ആണല്ലോ. എനിക്കൂടെ കൈ വരച്ചോ? കൈ ഒന്നും പറിച്ചില്ല. കൈ ഒന്നും വരച്ചില്ല? സൂപ്പർ ആയിരുന്നു. ചിരിച്ചോണ്ടായിരുന്നു നിന്ന് ചേർന്നേ അടി കീറ. ഗൈസ് ഇതൊക്കെ സ്വർണ്ണ കേട്ടോ ഗൈസ്, നല്ല സ്വർണ്ണാണ്. യെസ് ബ്രോ, ആരെ വിളിച്ചിട്ട് പെണ്ണിനെ ചെറുക്കനെ എതിരേക്കാൻ സാധനങ്ങൾ വന്നു. ഹായ് അമ്മ. ഇറങ്ങി നിൽക്കാനുള്ള സ്പേസ് ഉണ്ടോ? കുറച്ചും മുന്നിട്ട് മൊബൈലിൽ ചാർജ് ഉണ്ടോ? ഇല്ലല്ലോടാ. ഇല്ലേ? സുന്ദരമാരായിട്ടുള്ള പെൺപിള്ളേർ ഇവിടെ താരമൊക്കെയായിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ? ഇത് ചെറുക്കൻ്റെ മെയിൻ കൂട്ടുകാരനാണ്. അതെ, അവൻ്റെ ലെഫ്റ്റ് ഹാൻഡ്. അല്ല, ലെഫ്റ്റ് ഹാൻഡ് ഇവൻ, ഞാൻ റൈറ്റ്. സോറി. അനിക്കുട്ടൻ കല്യാണം കഴിച്ചതിനെ പറ്റി എന്താണ് എന്തോന്ന് പറയാനുള്ളത്? എനിക്ക് അവന് കല്യാണം കഴിച്ചതിലൂടെ ഒരുപാട് സ്ത്രീകൾ സ്വതന്ത്രരാവുകയാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു നന്മയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈശ്വരി. പക്ഷേ കുഴപ്പമില്ല, നല്ല കാര്യം. അഭിരാമിൻ്റെ കല്യാണത്തെ പറ്റി എന്താ പറയാനുള്ളത്? അഭിരാമിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതിലൊരു ഗ്രേഡ് കൂടിയതാണ്. ഇത് പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ അത് കേരള സംസ്ഥാന തലത്തിലായിരുന്നു. അതിലൂടെയും കുറേ പേര് സ്വതന്ത്രരായി, സമാധാനം കിട്ടി. ഇനിയുള്ളത് ഈ ഒരു പീസാണ്. ഇത് ഇൻ്റർനാഷണൽ തലത്തിലാണ്. അവർക്ക് മറ്റേ സാധനം ചെയ്യുകയാണ്, കറക്കി അടിക്കണ പരിപാടി. ശരി, കറക്കുന്ന പരിപാടി. അവരുടെ വേദിയിൽ പൂക്കൾ ഇങ്ങനെ അർച്ചന ചെയ്ത് പോലെ ഓരോ പൂക്കളെടുത്ത് അവരവരുടെ വേദിയിൽ അർച്ചന ചെയ്ത് അവിടെ അനിക്കുട്ട ഹായ്. മുഖത്തിനൊരു മ്ലാനത. അനിക്കുട്ടൻ കല്യാണം കഴിച്ചോണ്ടാണോ? ഏതാ? അനിക്കുട്ടൻ കല്യാണം കഴിച്ചോണ്ടാണ് നിന്റെ മൊത്തം മ്ലാനത? എൻ്റെ ഉത്തരവാദിത്തം കുറെ കഴിഞ്ഞു. ഞാനാണ് അവനെ വളർത്തിയിരുന്നത്. അല്ല, വളർത്തിയത് വേറെ ആളാണെങ്കിലും ഞാനാണ് വളർത്തിയത്. ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പൂ കിട്ടിയില്ല. ചെറുക്കൻ്റെ ചേട്ടൻ വളരെ സീരിയസ് ആണ്, പെണ്ണുമ്പിള്ളയുടെ അടുത്ത് ഒഴിച്ച്. നോക്ക് എന്നാൽ പൂക്കി സീൻസ് വരും. ഞങ്ങൾക്ക് പൂ കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട്. കൊടുത്തെറിഞ്ഞാലോ? കുറച്ച് കൊടുത്തു.
എറി എടാ അങ്ങോട്ട് എറിയടാ എറിയടാ ഇത് പുറത്ത് ചാടി അല്ലടാ ഇത് അങ്ങോട്ട് എറിയണ്ട പോടാ. ഉറപ്പാണോ? ചേട്ടാ നമ്മുടെ അനിക്കുട്ടിന്റെ ഫോം പാർട്ടി അവിടെ നടക്കുക. എന്നെ ഫോം പാർട്ടി നടക്കണെ പറ്റി പറയാനുള്ളത് നല്ല പരിപാടി അത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ ഇത് എന്റെ കൂട്ടുകാരനെ അബിൻസ് എല്ലാവരും അടിപൊളി പരിപാടി ഇഷ്ടപ്പെട്ടു. ഗൈസ് അങ്ങനെ ഫോം പാർട്ടി കഴിഞ്ഞ് ഞങ്ങളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. എല്ലാവരും അടുത്ത് ഫോം പാർട്ടി കൂടി. അമ്മച്ചി ലൈറ്റേ ശരി. എല്ലാം സ്വിച്ച് ഇട്ട് വയ്ക്കോ, ഏതിലൊന്ന് വീഴും. പറഞ്ഞവരെ വീഡിയോ എടുക്കണ്ട്, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എടുക്കും. ഫസ്റ്റ് നൈറ്റിൽ വീഡിയോ ഒക്കെ എടുക്കണ്ട അല്ലേ രാധിക? നിന്റെ കണ്ണിന്ന് സാധനം ഉരുടിക്കണേ. എടി നിന്റെ ഫ്രണ്ട്സ് എന്ത്? നിന്റെ വീട്ടിലാണോ? അവരെ ഇങ്ങോട്ടും ഉണ്ടാ? അല്ല അവരെ ഇങ്ങോട്ടും ഉണ്ടാ? ഇവിടെ നമുക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം അല്ലേ? ശരിയല്ലേ? പിന്നെ അല്ലാണ്ട് അവരവിടെ പരിഗണന കാണിക്കാനാ? പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? നാളെ ഞാൻ റോസി ആയിട്ട് ഇറങ്ങിയാലോ? എങ്ങനെ അടിപൊളിയായിരുന്നു? ഇഷ്ടപ്പെട്ടു? അനുകുട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി? അടിപൊളിയില്ലായിരുന്നു. നീ കണ്ടല്ലേ? നിന്നോട് ചോദിച്ചു ഉത്തരം പറഞ്ഞാൽ രക്ഷയില്ലായിരുന്നല്ലോ. ബേസേട്ടർ അത്ര വന്നില്ല, എന്നാലും നമ്മള് പൊളിച്ചില്ലേ? പൊളിച്ചു. ബേസിലായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ബേസിലായിട്ട് പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? സീൻ. Guys, how was the party, guys? ഏത് പാർട്ടിയാ? കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് അല്ല, ഫോം പാർട്ടി നടത്തിയായിരുന്നു. നിന്റെ പാർട്ടി വെച്ച നീ പറഞ്ഞത് ഇതെന്തായാലും കേട്ടോട്ടോ. നീ ഏതാ? നീ ഞാനും ആലോചിച്ചു ഇവൻ എന്നെ ഉദ്ദേശിക്കുന്നത്. ഇവൻ ജയിച്ച പാർട്ടി എന്ന് പറഞ്ഞു. അപ്പൊ നീ ഉദ്ദേശിച്ചത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ്? ഇവിടെ പാർട്ടി എന്ന് പറഞ്ഞാൽ പല പാർട്ടി ഉണ്ടാ, കുറെ പാർട്ടീസ് ഉണ്ട്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാത്രമാണ് ഇത് അറിയുള്ളൂ. അടിപൊളി പാർട്ടി, സൂപ്പർ കിടിലൻ. പാർട്ടി ഏതായാലും രസമുണ്ട്. ബിസിൽ പാർട്ടി ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. രണ്ടോ കൂടെ പറ. അനിയൻ എന്ന നിലയിൽ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതിനുള്ള ഇത് വർത്തിട്ടാണ്. അച്ഛാ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. അച്ഛനായിട്ട് അവിടെ ഇരിക്കുമല്ലോ വേണ്ട, അച്ഛനായിട്ട് നടുവാടില്ലാത്തോണ്ടാണ്. അകത്തുള്ളവരോടൊക്കെ ചോദിക്കാം കൈസ്. അകത്തുള്ളവർ വരട്ടെ, എങ്ങനെയുണ്ടത് പാട്ടുന്നുള്ളത്? ഹായ് വിളിച്ചേട്ടാ, പാർട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? പാർട്ടി കുഴപ്പമില്ലായിരുന്നു, എല്ലാം സന്തോഷമായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഗൈസ് മേ കം ഇൻ? നിങ്ങളോട് ചോദിച്ചാലോ അല്ലേ? ഇതാണ് നിങ്ങളുടെ മുറി? അതിനിവിടെ സ്ഥലമല്ല എനിക്കുട്ടാ. ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാമോ? ഫ്രഷ് ആയിട്ട് വരാമോ? ഞാൻ വന്നോ? അപ്പൊ ഞാൻ ഇപ്പൊ പോണെന്ന്? നീ ഇപ്പൊ പോണ്ട, ഇപ്പൊ പോയാലും ഇപ്പൊ തന്നെ തിരിച്ചു പോകും. ഇല്ല, ഞാനിപ്പം അങ്ങോട്ട് റൂമിൽ നിന്ന് ഇറങ്ങി പോണെന്ന്. അതുകൊണ്ടല്ല, എനിക്ക് ഫ്രഷ് ആണ്, ജാനുവിന് ഫ്രഷ് ആണ്. ഇത് മൊത്തം നനഞ്ഞ് കുളിച്ചിരിക്കുക. പള്ളിയുടെ വാഷ്റൂമിൽ പോയി കുളിച്ച് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. വെളിച്ചെണ്ണ എടി നിന്റെ വീടാത്. നീ അടുക്കളയിൽ കയറി എന്നാ വെച്ചെടുത്തോ? ഇതാ തന്നെ എഴുതിക്കണം അറിയാം. ഇതെന്ന് വായിച്ചേ, ഇതെന്ന് വായിച്ചേ. ഇതെന്നാന്ന് പറ. എടാ നീ ഇവനെ പഠിപ്പിച്ചെടുത്തോന്നല്ലേ? അല്ല അടിയും പഠിക്കണം, പറഞ്ഞു കൊടുക്കാനേ. ചുമ്മാ പൈസ ഫ്രഷ് ആയിട്ട് വരാം. ഇട്ടോണ്ടൊന്ന് ചെരിപ്പേ. ഞാൻ അന്നേരം പറഞ്ഞ അപ്പേ പോലെ എന്നിട്ട് അപ്പൻ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പോയിരുന്നു കല്യാണത്തിന്റെ ഇടയ്ക്ക്.
അത് ശരി. എന്നാ ചേട്ടാ കേക്കണേ? ഇങ്ങോട്ട് വരും. വിൻസൻ ചേട്ടൻ ഹോൾഡ് കേട്ടോ. വിൻസൻ ചേട്ടൻ നമ്മുടെ മോളെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താണപ്പാ കെട്ടിക്കൊടുന്ന മോളോട് പറയാനുള്ളത്? ഇനി എന്റെ ചങ്കാണത്. പിന്നെ അല്ല വേറെ ലൈവ് അല്ലടി, ഇത് റെക്കോർഡ് ചെയ്യണ്ട. അത് എന്റെ ചങ്ക, എന്റെ മൂത്ത മോളാണ് എന്റെ മെയിൻ ചങ്ക്. അത് ഇരട്ട ചങ്കെന്ന് പറഞ്ഞപ്പോ ചേട്ടനെയാണ്. ഇനിയിപ്പോ എനിക്ക് ഒരു ആഗ്രഹം, ഒരു ചുട്ടുമണിയും കൂടെ വേണമെന്നാണ്. കിട്ടുമെന്നുള്ള അവൻ ഒന്നല്ല, ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. ചുട്ടുമണി അപ്പുള്ളി അവിടുത്തെ കുട്ടിയാടി ചുട്ടുമണി അവൻ ഓസ്ട്രേലിയത്തെ കൊണ്ടിട്ടത്. അപ്പൊ ഞങ്ങൾക്ക് പോയാൽ ആഗ്രഹമൊന്നുമില്ല, ഒത്തിരി ആഗ്രഹമൊന്നുമില്ല. ഇങ്ങനെ പോയി ചുമ്മാ കിടക്കാനൊന്നും പറ്റില്ല ചേച്ചി, അത് ഫസ്റ്റ് നൈറ്റാ. ചുമ്മാ പോയി കിടക്കാന്നൊക്കെ പറഞ്ഞു എന്നല്ലേ അല്ലേ എനിക്കുട്ടാ പറഞ്ഞു. നശിപ്പിച്ചു. ഇല്ലടാ, കാലോട്ട് വന്നിക്കടാ അപ്പന്റെ, എന്നിട്ട് ഇത് പോലെ ശരിയല്ലേ? ഞാൻ പറഞ്ഞത് പോയിന്റ് അല്ലേ? കാലോട്ട് അനുഗ്രഹം മേടിച്ചിട്ട് വേണ്ടേ ഫസ്റ്റ് നൈറ്റ്? അത് വർത്താനോടാ ബിജില നീ പറഞ്ഞു അല്ലേ? ഞാൻ ഇവനെ കെട്ടി, ഇവന്റെ കൂടെ ഗൈസ് ഞങ്ങൾ കിടക്കാൻ പോവാണ്. ബായോട്ടെ കിടന്നിറങ്ങാം. ഞാനും അനുക്കുട്ടനും. ഏത് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, എന്നിട്ട് വേണം കിടക്കാൻ. വെൽക്കം വെൽക്കം വെൽക്കം. മമ്മി പാല് കൊടുക്കണല്ലേ? പാലില്ലാത്ത തന്നെ. ആ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ബാ കിടക്കാം, ബാ കിടക്ക്, ബാ സൈഡിൽ കിടക്കാം, സൈഡിൽ കിടക്കാം, അതിൻ്റെ സൈഡിൽ. കമോൺ. നമ്മൾ ഫസ്റ്റ് നൈറ്റിന് പോകുന്ന ബീനിൽ അനിക്കുട്ടനെ പറ്റി. അനിക്കുട്ടൻ എന്താണ് നിനക്ക് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയല്ല, ഒന്നും പറയാനില്ല. നീ ഒന്ന് പോയി കഴിഞ്ഞ് രാവിലെ 3 മണിക്ക് എണീച്ച. ഗൈസ് ഞാൻ ഇനി സ്വർഗത്തിലെ കട്ടുണ്ടാവുന്നില്ല. ഇവർക്ക് അത്രയ്ക്ക് പാടുപെട്ടു. അതൊക്കെ ചുമ്മാ പറഞ്ഞു കേട്ടോ. ഇവർ ഉറങ്ങുമെന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മുട്ടി ഒന്ന് നോക്കാം. മുട്ടി നോക്കുമ്പോൾ എന്തിനൊക്കെ ഇവിടെ അനക്ക് കേൾക്കണ്ടോ നോക്കാം. അതെ. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. അല്ലേ അമ്മോ, പിള്ളേരെടുത്ത് ഇത് കൊടുത്ത് സെറ്റ് ചെയ്ത് ചെന്നേ. നീ എന്തിനൊക്കെ പറയണേ? എന്തിനു പറയണോ അല്ലേ? എന്തിനൊക്കെ പറയാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഇതാണോ ആയത്തെ കൊച്ച്? അതെന്റെ ചങ്ക തന്നെയാണ്. അപ്പോൾ അനിക്കുട്ടൻ്റെ കല്യാണം കഴിഞ്ഞു.